പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങി കൊച്ചി കോർപ്പറേഷനിലെ ബജറ്റ് അവതരണം. കൊച്ചി കൗൺസിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് ബജറ്റ് വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നതാണ് ബഹളത്തിന് കാരണമായത്. ബജറ്റ് നിരാശാജനകമെന്നും പ്രതിപക്ഷം വിമർശിച്ചു. ബജറ്റ് വിവരങ്ങൾ മേയറുടെ ഓഫീസിൽ നിന്ന് മുൻകൂട്ടി മാധ്യമങ്ങൾക്ക് നൽകിയെന്നാരോപിച്ചാണ് പ്രതിപക്ഷ അംഗങ്ങൾ രംഗത്തെത്തിയത്. ഇന്ന് മേയറിൻ്റെ ഓഫീസിൽ നിന്നും നേരിട്ട് ബഡ്ജറ്റിൻ്റെ ഹെഡും ബഡ്ജറ്റിൻ്റെ പദ്ധതി ചെലവുകളും മാധ്യമങ്ങൾക്ക് നൽകിക്കൊണ്ട് പ്രസിദ്ധപ്പെടുത്തി ഒരു വലിയ ബഡ്ജറ്റ് ഞങ്ങൾ അവതരിപ്പിക്കാൻ പോവുകയാണെന്നുള്ളത് കൗൺസിലിന് മുൻപേ തന്നെ പൊതുജനങ്ങളോട് പറഞ്ഞുകൊണ്ട് ആ കൗൺസിലിൻ്റെ അതിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇന്ന് മേയർ മുന്നോട്ട് പോയിട്ടുള്ളത്. മേയർ ഇന്ന് കൗൺസിൽ വളരെ വിചിത്രമായ ഒരു കാര്യം പറഞ്ഞു. കാരണം കൃത്യമായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, ഇത് മേയർ ഓഫീസിൽ നിന്നാണ് ഈ ബഡ്ജറ്റ് ഹെഡ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ മേയർ ഇന്ന് അത് ഈ കൗൺസിലിലെ ഓരോ കൗൺസിലർമാരുടെയും തലയിൽ വെക്കുന്ന രീതിയിലാണ് പറഞ്ഞത്. കാരണം കൗൺസിലർമാർ ഇത് ചോർത്തി എന്ന രീതിയിലാണ് മേയർ തിരിച്ചു പറഞ്ഞത്. അപ്പോൾ മേയറിൻ്റെ ക്രെഡിബിലിറ്റി പോലും ചോദ്യം ചെയ്യുന്ന ഒരു ബഡ്ജറ്റായിട്ടാണ് ഇന്ന് മാറിയിരിക്കുന്നത്. കൊച്ചി നഗരസഭയുടെ ബഡ്ജറ്റ് മുനിസിപ്പൽ ആക്ടിൻ്റെ 293 ചട്ടപ്രകാരം അവതരിപ്പിക്കേണ്ടതാണ് ബഡ്ജറ്റ്. ആ ബഡ്ജറ്റ് 293 ചട്ടപ്രകാരമല്ല അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് തടസ്സമുണ്ടെന്നുള്ള നിയമപരമായ കാര്യങ്ങളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ബജറ്റ് അവതരണത്തിനായി ഡെപ്യൂട്ടി മേയർ ദീപക് ജോയി എഴുന്നേറ്റതോടെയാണ് പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തത്. കൊച്ചിയിലെ ജനങ്ങൾക്ക് നൽകുന്നത് വലിയ പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷകൾക്ക് യഥാർത്ഥ്യം നിരവധി ആവശ്യങ്ങളും വെല്ലുവിളികളുമാണുള്ളത്. അതേസമയം പുതിയ ബജറ്റ് നഗരത്തെ കൂടുതൽ കടക്കണിയിലാക്കുന്നതാണെന്ന് BJP പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സുധാ ദിലീപും കൗൺസിലർ ജലജ ആചാര്യയും ആരോപിച്ചു. തനത് വരുമാനമാണ് ഏതൊരു നഗരസഭയുടേതും സാമ്പത്തിക ഭദ്രതയ്ക്കുള്ള ഒരു കാര്യമെന്നിരിക്കെ മുനിസിപ്പൽ ബോണ്ടിനെ ആശ്രയിച്ചുകൊണ്ടാണ് കൊച്ചി നഗരസഭ മുമ്പോട്ട് പോകുന്നത്. അതേപോലെ നമ്മുടെ കൊച്ചിക്കാർക്ക് എന്നും ഒരു ശാപമായിക്കൊണ്ടിരിക്കുന്ന കൊതുക് ശല്യം, അതിന് പുതിയ പദ്ധതികളൊന്നും പറയുന്നില്ല. വെക്ടർ കൺട്രോൾ ബോർഡിൻ്റെ ഒരു ഏജൻസിയെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പണം ചിലവാക്കുന്നത്. കഴിഞ്ഞ തവണ 12 കോടി ഉണ്ടായിരുന്നത് ഇത്തവണ 10 കോടിയാക്കി മാറ്റി. ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിന് വേണ്ടിയോ അതിനുവേണ്ടിയോ ഒരു പദ്ധതി പോലും ഈ കൊച്ചി നഗരസഭ മുന്നോട്ട് വെച്ചിട്ടില്ല. ഞങ്ങളൊക്കെ തന്നെ അത് അവിടെ നല്ലൊരു ചെറിയൊരു മിനി റെയിൽവേ സ്റ്റേഷൻ വരുന്നതിനും അത് ജലഗതാഗതവും റോഡ് ഗതാഗതവും മെട്രോയുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ റെയിൽവേ കൂടെ അവിടെ വന്നിരുന്നെങ്കിൽ ജനങ്ങൾക്ക് ചെറിയ യാത്രകൾ ട്രെയിനിലൂടെ നടത്താൻ അത് വളരെ ഉപകാരപ്രദമായിരുന്നു. കൊച്ചി നഗരസഭ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുകയും പിന്നീട് തള്ളുകയും ചെയ്ത കൗൺസിലർ ദീപ്തി മേരി വർഗീസ് ബജറ്റ് അവതരണത്തിന് എത്തിയില്ലെന്നതും ശ്രദ്ധേയമായി. ജനം, കൊച്ചി.